ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്ലാൻ ഇല്ലാണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു സാധനം തപ്പിയിട്ട് കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഈ മോറിനകത്ത് കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇത് മോറാണ് കേട്ടോ. നമുക്ക് റിലയൻസും റോയൽ മാർട്ടും ഒക്കെ ഉള്ള പോലെ ഇവിടെ അടുത്ത് മോർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ഞാനൊരു സാധനം തപ്പിയിട്ട് വന്നതാണ് നിങ്ങൾക്കൊരു റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ തപ്പിയിട്ട് ഇത് കാണാനായിട്ടൊന്നുമില്ല. ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിനെപ്പറ്റി ആലോചിച്ചത് കേട്ടോ. അങ്ങനെ അവസാനം നമുക്ക് നല്ലെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലെണ്ണയോടൊപ്പം ബദാം ഓയിലും കൂടി എനിക്ക് വേണമായിരുന്നു. പക്ഷെ അത് നോക്കിയിട്ട് കാണാനൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ റോയൽ മാർട്ട് പോലെയൊന്നല്ല, ഇവിടെ പകുതി സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നാൽ കിട്ടില്ല. അത് കാരണം കൊണ്ടാണ് നമ്മളെപ്പോഴും റോയൽ മാർട്ടിലേക്ക് പോകുന്നത്. അവിടെ ആകുമ്പോൾ എല്ലാം നമ്മൾ തിരയുന്നത് മുഴുവൻ ഉണ്ടായിരിക്കും. എനിക്ക് 3 ഐറ്റംസ് വേണമായിരുന്നു. അതിൽ 2 കിട്ടിയില്ല. പിന്നെ കിട്ടിയതും വാങ്ങിച്ച് ഞാൻ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി നേരെ ഗാർഡനിലേക്ക് വന്നു. എനിക്ക് ചെടി നനയ്ക്കാനായിട്ടുണ്ടായിരുന്നു. 2 നേരം ഇപ്പം നനയ്ക്കണം. സൂര്യൻ ഏകദേശം അസ്തമിച്ചിട്ട് നനയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ പകലിൻ്റെ ദൈർഘ്യം വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം 6:30 കഴിഞ്ഞാലും ഇവിടെ ഇരുട്ടൊന്നും ആവില്ല കേട്ടോ. പിന്നെ ഒരുപാട് കിളികൾ നമ്മുടെ ഈ മരത്തിൽ വന്നിരിക്കാറുണ്ട്. ചെടികളൊക്കെ ഉള്ള കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു, മരമൊക്കെ ആയിട്ട് അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ പറവകളും കിളികളൊക്കെ ഇങ്ങനെ കൂടണയാൻ പോകുന്ന ഒരു സമയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമാണ്. എനിക്ക് വൈകുന്നേരമാണ് ഗാർഡനിൽ വരാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ ചെടിയൊക്കെ നനച്ച് ഞാൻ താഴത്തേക്ക് വന്നപ്പോഴത്തേക്കും തനുക്കുട്ടി കുളിച്ച് നിൽപ്പുണ്ടായിരുന്നു. തന്നെത്താൻ കുളിക്കും കേട്ടോ. അപ്പോൾ തനുക്കുട്ടിക്ക് കുറച്ച് പുതിയ ഡ്രസ്സുകൾ നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പ് വഴിയാണ്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് നമുക്കിവിടെ TC പാലയിലുണ്ട്. അത് കൂടാണ്ട് ഫീനിക്സ് മാളിനകത്തും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മളിങ്ങനെ ആപ്പ് വഴി ഓർഡർ ചെയ്ത് ഇഷ്ടപ്പെട്ടത് എടുക്കും, അല്ലാത്തത് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് പതിവുള്ളത് കേട്ടോ. ഇവരുടെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് വർഷങ്ങളായിട്ട് പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ മാക്സും ട്രെൻഡ്സിൽ നിന്നൊക്കെ ഈ ഡെയിലി വെയേഴ്സ് പോലെയുള്ളത് എടുക്കാറുണ്ട്. പിന്നെ നല്ലത് കണ്ടാൽ ഏത് കടയിൽ നിന്നായാലും എടുക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ്. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള ക്വാളിറ്റി കിട്ടുന്ന, നിറം മങ്ങാത്ത, ചുരുങ്ങാത്ത നല്ല ഡ്രസ്സുകളാണ് കേട്ടോ ഫസ്റ്റ് ക്രൈയിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2-3 ഇപ്പോൾ വന്നിട്ടുള്ള, വേറെയും കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാനും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടിച്ച് കൊടുക്കാനും മുടി കെട്ടി കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ തനുക്കുട്ടി വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു പാവക്കുട്ടീൻ്റെ കയ്യിൽ കിട്ടിയ പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരുക്കാമല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ടോപ്പും സ്കേർട്ടൊക്കെ ഇട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തതാണ് കേട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ഇടുന്ന് കറങ്ങുന്നത് കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിച്ചതിന് ശേഷം ഞാനിതാ കുളിക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ ബാത്റൂമും കൂടി കഴുകാമെന്ന് വിചാരിച്ചു. ആ പണിയും ഒഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഞാൻ ബാത്റൂമും കഴുകും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടും സൂര്യൻ ഇതുവരെ പോയിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടെ, ഇന്ന് വീട്ടിൽ പോകാൻ ഉദ്ദേശമില്ല എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഡ്രസ്സുകൾ മുഴുവൻ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിരിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് മേലത്തേക്ക്. അപ്പോൾ ഇതുവരയ്ക്കും അസ്തമിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പട്ടം പറത്തുന്നതൊക്കെ കാണാം കേട്ടോ. ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ പട്ടങ്ങൾ ഒരുപാട് പറക്കുന്നത് കാണും. പ്രത്യേകിച്ച് ഇങ്ങനെ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതും നോക്കി ഞാൻ കുറച്ച് നേരം നിന്നു. ഞാനിപ്പോൾ വൈകുന്നേരങ്ങളാണ് അലക്കി വിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പൊരിവെയിലത്ത് പോയിട്ട് വിരിച്ചിടാനായിട്ട് നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. ഇതാവുമ്പോൾ വൈകുന്നേരം നമുക്ക് കൊണ്ട് വിരിച്ചിടാം. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഒരു 10 മണിക്ക് ആകുമ്പോൾ ഞാൻ പോയി എടുക്കും. നല്ല വെയിലാവും മുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമ്മർ സീസണിൽ ഡ്രസ്സുകളൊക്കെ നരയ്ക്കാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോഴത്തേക്കും അങ്ങനെ ആ നരയ്ക്കുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫൈനലി നമ്മുടെ സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചു. അപ്പോൾ ശരത്തേട്ടനും കൂട്ടിയിട്ട് ഞങ്ങൾ ഇതേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഉഗാദിയുടെ തലേ ദിവസമായിരുന്നു, അതായത് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മുടെ റോഡിൽ മുഴുവൻ. കാരണം ഈ ഉഗാദി പ്രമാണിച്ച ആളുകൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഉണ്ടാവും. എല്ലാത്തിനും തീ പിടിച്ച വിലയായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ പൂവിനും മാവിൻ്റെ ഇലയ്ക്കും വാഴയുടെ ഇലയ്ക്കും ഒക്കെ നല്ല വിലയായിരിക്കും. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഈ തിരക്കിനിടയ്ക്ക് എവിടേക്കാണ് വന്നേ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേ ഈ UR വേൾഡ് എന്ന് പറയുന്ന പെറ്റ് ഷോപ്പിലേക്കാണ് വന്നത് കേട്ടോ. അടുത്തേക്ക് നിൽക്ക്.
നമുക്ക് കുറച്ച് മീനിനെ വാങ്ങണമായിരുന്നു. കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ മീനിനൊന്നും വാങ്ങാറില്ല. കുറച്ചധികം നാൾ മുന്നേ നമ്മൾ വാങ്ങിച്ചിട്ട് കുറേ ചത്ത് പോയപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നാളായിട്ട് ഇപ്പോൾ മീനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ തനുക്കുട്ടിക്കാണെങ്കിൽ പെറ്റ്സിനെ വേണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പട്ടി പൂച്ച ഈ വക സാധനങ്ങളെയൊന്നും വീട്ടിൽ ഇതുവരെയ്ക്കും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവൾക്കൊരു 2 മീനിനെ വാങ്ങിച്ചു കൊടുത്താൽ അതിനെ നോക്കിയിട്ടെങ്കിലും ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചാവാലി പൂച്ച കിടക്കുന്നുണ്ടായിരുന്നു. പാവം തോന്നി എനിക്ക് അതിനെ കണ്ടിട്ട് കേട്ടോ. അതവിടെ അങ്ങനെ ഒരു മൂലയ്ക്ക് കിടക്കുന്നുണ്ട്. വില ചോദിച്ചപ്പോൾ പറയണേ 12,000 എന്ന്. അതിനിടയ്ക്ക് ഈ തനുക്കുട്ടി മിസ്സായി. ഞാൻ ഓടി വന്ന് പുറത്ത് നോക്കിയപ്പോൾ ഉണ്ട് അവൾ ഇതേ ഡക്കിനി നോക്കിക്കൊണ്ടിരിക്കണം. അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടാണ് താല്പര്യം, മീനിനെ കഴിഞ്ഞും കേട്ടോ. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ മീൻ എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവൾ ഞങ്ങളുടെ കൂടെ വന്നത്. അപ്പോൾ അവൾക്ക് കണ്ടപ്പോഴത്തേക്കും റാബിറ്റിനെ വേണം. ആർക്കാണെങ്കിലും ഒന്ന് തോന്നും അല്ലേ, എനിക്ക് തന്നെ ഇതുങ്ങളെ കണ്ടിട്ട് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നോക്കാനുള്ള സ്പേസും ഇല്ല. കുറച്ച് മിറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ കോഴിക്കുട്ടികളെ ആണെങ്കിലും താറാവിനെ ആണെങ്കിലും മുയലിനെയൊക്കെ ആണെങ്കിലും അതുങ്ങൾക്കൊന്ന് ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണമല്ലോ. അതില്ലാതെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് എന്തിനീ ക്രൂരത അവരോട് കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന പോലെ പട്ടീനെയും പൂച്ചേനെയും ആടിനെ എന്തിനെ വേണമെങ്കിൽ നമുക്ക് വളർത്തായിരുന്നു. അപ്പോൾ നല്ല മുട്ടനാടാന്ന് തോന്നുന്നു, ഇടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ചെറിയ ഷോപ്പാണെങ്കിലും ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബേർഡ്സ് ആണെങ്കിലും ഇതേ പ്രാവിനെ കണ്ടോ, പല തരത്തിലുള്ള പ്രാവുകളുണ്ടായിരുന്നു. ഞാൻ വേഗം അകത്തേക്ക് വന്നു. ശരത്തേട്ടൻ ഏത് മീനിനെയാണ് വാങ്ങാമെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഇതേ ചെടികൾ ഉടക്കിയത്. എനിക്ക് പിന്നെ ചെടികൾ കണ്ടാൽ പിന്നെ ഞാൻ അതും നോക്കി നിൽക്കും. ഇതൊക്കെ അക്വേറിയത്തിനകത്ത് വളർത്തുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശരത്തേട്ടൻ ആദ്യം നമുക്ക് മീൻ ജീവിക്കുകയോ ഇല്ലയെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ചെടി വാങ്ങിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീൻ സെലക്ട് ചെയ്യായിരുന്നു. ഈ മീനിനെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് വാങ്ങരുതോ, ഇതിനെ വാങ്ങിച്ച് എപ്പോഴും ചാവും കേട്ടോ. എനിക്കിഷ്ടം എപ്പോഴും നല്ല ഗോൾഡ് ഫിഷിനെയൊക്കെ വളർത്തുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അതിനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. പിന്നെ ഈ ഒരു മീനിന് ഞങ്ങൾ വില ചോദിച്ചപ്പോൾ പെയറിന്, അതായത് 2 എണ്ണത്തിന് 800 രൂപയാണ് വില പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഇത്തിരി കൂടുതലല്ലേ, നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ എത്ര ദിവസം ജീവിക്കുമോ എന്ന് പോലും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം മുന്നേ വാങ്ങിച്ച വില കൂടുതലിൻ്റെ മീനിനൊക്കെ ഇതുപോലെ മരണം സംഭവിച്ചു, ചത്തുപോയി. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, ഏത് വാങ്ങണം എന്ന്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെ 1-2 മീനെ വാങ്ങിച്ചു, അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ലവ് ബേർഡ്സ് ആണെങ്കിലും ഇങ്ങനത്തെ ബേർഡ്സ് ആണെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൻറ്റിയുടെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ചത്തുപോയിട്ട്. അത് കാരണം കൊണ്ട് തനക്കുട്ടിക്ക് ലവ് ബേർഡ്സിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അയ്യോ വേണ്ടേ, നമ്മൾ വളർത്തിയിട്ട് അത് ചത്തു പോകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരിക്കില്ലേ. അത് കാരണം കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ജീവികളെ വാങ്ങിക്കാനായിട്ട് പേടി. കാണാനും കൊഞ്ചിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അപ്പോൾ അങ്ങനെ തൽക്കാലം നമുക്ക് മീനിൽ ആശ്വാസം കണ്ടെത്താം എന്ന് പറഞ്ഞ് ശരത്തേട്ടൻ കുറച്ച് മീനിനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൽ കണ്ട ഒരു കാട്ടുപൂച്ചേനെ പോലത്തെ ഒരു പൂച്ച കിടപ്പുണ്ടായിരുന്നു. എന്തൊരു അസ്വസ്ഥതയായിരുന്നു എന്നറിയാമോ അതിനെ ആ കൂട്ടിലിട്ടിട്ട്. എനിക്കും കാണുമ്പോൾ വിഷമം തോന്നും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വരുന്ന വഴി ഇവിടെ കൺലി സ്വീറ്റ്സിൽ കയറി കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഫേമസ് സ്വീറ്റ് ഷോപ്പാണ്. ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തൊരു മണമാണെന്ന് അറിയാമോ. സ്വീറ്റ്സിൻ്റെ എല്ലാ വെറൈറ്റിയും ഇവിടെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസണൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉഗാദിയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാം എന്ന് കരുതി ഞങ്ങൾ കയറിയതാണ്. ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ട്. കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഒലിക്കും അല്ലേ, അത്രയും കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടായിരിക്കും. സ്വീറ്റ്സ് മാത്രമല്ല കേട്ടോ, ചിപ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് സ്വീറ്റ്സ് തന്നെയാണ്. എനിക്ക് ചിപ്സൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് കൺട്രോളിൽ നടക്കുന്ന സമയമാണ്. ചിപ്സ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഒരുപാട് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞ് തനുകുട്ടിക്കും പിക്കുമോനും ഇഷ്ടമുള്ളത് മാത്രം വാങ്ങിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ വന്നു. നമ്മുടെ ഫിഷ് ടാങ്ക് ശരത്തേട്ടൻ കഴുകി കുട്ടപ്പനാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ഇതൊക്കെയായിരുന്നു ശരത്തേൻ്റെ പരിപാടികൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിൽറ്ററൊക്കെ പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പഴയതിന് എന്തോ കേടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും വെള്ളം കുറച്ചും കൂടി തെളിയാനായിട്ട് സമയമെടുക്കും. കാരണം ഇവിടുത്തെ ബോർവെൽ വാട്ടർ ആണല്ലോ.
പിന്നെ ഈ ഫിഷ് ടാങ്ക് ഇരുന്നിരുന്ന് അതിൻ്റെ കളറ് കുറച്ച് മങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ. പുറമെന്ന് നോക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ക്ലിയർ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മീനുകളൊക്കെ സന്തോഷത്തിലാണ്, അവരെയൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ തനുക്കുട്ടിക്ക് പെട്ടെന്ന് തന്നെ സ്വീറ്റ്സ് ഒരെണ്ണം കഴിക്കണം എന്ന് പറഞ്ഞ് തുറക്കുന്നതാണ് കേട്ടോ. അവൾ എന്നെ തുറക്കാം, അമ്മ വീഡിയോ എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈസൂർ പാക്കില്ലേ അത് വാങ്ങിച്ചു. പിന്നെ ആയിട്ട് ബൂന്തി ലഡു ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രോബെറിയുടെയും പൈനാപ്പിളിൻ്റെയും മാംഗോയിൻ്റെയും ബർഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അത് ഭയങ്കര അടാറ് ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നൊക്കെ കഴിച്ച് ഡിന്നറും കഴിച്ച് ഇതേ ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങാണ്. ഇന്ന് നല്ല ബിസി ഡേ ആണ് കേട്ടോ. ഇരിക്കാനും നിൽക്കാനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉച്ച കഴിഞ്ഞതിന് ശേഷം. ഉച്ച കഴിഞ്ഞെന്നല്ല, ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചാടിത്തുള്ളി ഇതേ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വെക്കേഷൻ ആയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെവിടേക്കാണ് പോകണേ എന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ മലയാള പടവും ഒന്നും റിലീസാവില്ല, പക്ഷെ നല്ല മൂവീസ് ഇവിടെ എന്തായാലും റിലീസാവും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ സത്താർ കണ്ടു. കുറേ നാളായി സത്താറിൽ വന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ് അവിടുത്തെ. അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ അവിടെ വരാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് വരാറില്ല. പിന്നെ വേറെയും ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ സിനിമയ്ക്ക് പോവുകയാണെന്നാണ് പറഞ്ഞു വന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തിക്കും തിരക്കും പിടിച്ച് പോയി കാണുന്ന ഒരു മൂവി എമ്പുരാനാണ് നമ്മൾ കാണാനായിട്ട് പോയിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിപ്പോയി, അത് കാരണം കൊണ്ട് കുറച്ച് നേരം പോസ്റ്റ് ആവേണ്ടി വന്നു. പിന്നെ തനുക്കുട്ടി ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അവൾക്കും ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അവളുടെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ അങ്ങനെ നിന്ന് ഞങ്ങളൊരു അരമണിക്കൂറോളം നിന്നെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10:30 ആയിരുന്നു ഇതിൻ്റെ ഷോ വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആ ഒരു സമയത്ത് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. പിന്നെ തിയേറ്ററൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം അകത്തേക്ക് കയറിയിരുന്നു. ഞങ്ങൾ എപ്പോഴും ബാക്ക് സീറ്റായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും ബാഗിലേ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലി നമ്മുടെ ലാലേട്ടൻ്റെ പടം ഞങ്ങൾ കണ്ടു. ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ എക്സലൻ്റ് ആണ് കേട്ടോ. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതിലേറെ ഇഷ്ടമാണ് എനിക്ക് പൃഥ്വിരാജിനെ. ഞാൻ പൃഥ്വിരാജിൻ്റെ കട്ട ഫാനാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഈ ഡയറക്ഷൻ ആണെങ്കിലും എന്താ പറയുക സിനിമയാണെങ്കിലും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ഷനൊക്കെ സൂപ്പർബായിരുന്നു. ഇതൊരു വേറെ ലെവൽ മേക്കിംഗ് ആണ് കേട്ടോ ഈ സിനിമ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.